ചെങ്ങായിമാരെ, നമ്മളിന്ന് എത്തിയിട്ടുള്ളത് കുഴൽമന്നം ചന്തയിലാണ്. കുഴൽമന്നം ചന്ത കേരളത്തിൽ പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയൊരു ചന്തയാണ് കുഴൽമന്നം ചന്ത. പാലക്കാട് തൃശ്ശൂര് ഹൈവേയില് കുഴൽമന്നം പോലീസ് സ്റ്റേഷന് എതിർവശമായിട്ടാണ് ഈ ചന്ത പ്രവർത്തിച്ചു വരുന്നത്. എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച ദിവസമാണ് ഇവിടെ ചന്ത പ്രവർത്തിക്കുന്നത്. ഈ ആഴ്ചയിലും ധാരാളം കന്നുകാലികൾ എത്തിയിട്ടുണ്ട്. ഈ ഭാഗത്ത് ഫുള്ള് വളർത്ത് പോത്തിൻകുട്ടികളെയാണ് കെട്ടിയിട്ടുള്ളത്. പോത്തിൻകുട്ടികളെയും എരുമകളെയും മാത്രം ഉൾപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. മറ്റ് കന്നുകാലികളെ ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോ നമ്മൾ 2 ദിവസം മുൻപ് സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. അതിന്റെ ബാക്കി ഭാഗം അല്ലെങ്കിൽ തുടർച്ചയായിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ കാണിക്കാൻ പോകുന്നത്. ഈ ഭാഗത്ത് വളർത്താൻ പറ്റിയ രീതിയിലുള്ള ഒരു 7-8 മാസം പ്രായം തുടങ്ങിയിട്ടുള്ള വളർത്തുകുട്ടികളാണ് ഈ ഭാഗത്ത് കെട്ടിയിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി കുട്ടികളാണ്. കൂടുതലും ആന്ധ്ര കുട്ടികൾ തന്നെയാണ്. ചിലത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മുറയോട് അതേ സാമീപ്യം തോന്നിക്കുന്ന രീതിയിലുള്ള നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ ഈ കൂട്ടത്തിലുണ്ട്. കൂട്ടത്തിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് എടുക്കാൻ കഴിയണം. മേനി വിൽപ്പനയാണ് ചന്തയിലുള്ളത്, തൂക്കി വിൽപ്പനയല്ല. നോട്ടത്തിന് എത്രയാണ് മതിപ്പുവില തോന്നിക്കുന്നത് വെച്ചാൽ മതിപ്പുവിലക്ക് ബാർഗെയിൻ ചെയ്തെടുക്കലാണ് ചന്തയിലൊരു രീതി. ഇവിടെ ഈ ഭാഗത്ത് കെട്ടിയിട്ടുള്ള വളർത്തുകുട്ടികൾ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ ഏകദേശം ഒരു 7-8 മാസം പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ്. 1 വയസ്സിന് താഴെ മാത്രം പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള വളർത്തുകുട്ടികളെയാണ് ഇവിടെ ഈ കൂട്ടത്തിൽ കെട്ടിയിട്ടുള്ളത്. ചന്തയിൽ ഈ കാണുന്ന കുട്ടികൾക്ക് ചോദിക്കുന്ന വില 17,000 രൂപ മുതൽ 22,000 രൂപ വരേക്കാണ് വില ചോദിക്കുന്നത്. ഓരോരോ കുട്ടികൾ ഓരോരോ വലുപ്പത്തിലുള്ള കുട്ടികളാണ്. ഓരോന്നും ഓരോരോ ക്വാളിറ്റിയുള്ള കുട്ടികളാണ്. ഓരോന്നിന്റെ വലുപ്പത്തിനും ക്വാളിറ്റിക്കും അനുസരിച്ചിട്ട് വിലയിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഏകദേശം 17,000 രൂപ മുതൽ 22,000 രൂപ വരെ വില ചോദിക്കുന്ന രീതിയിലുള്ള പോത്തിൻകുട്ടികളെയാണ് ഇവിടെ ഈ കൂട്ടത്തിൽ കെട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിന്റെ തൊട്ട് അപ്പുറത്തായിട്ട് ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് ചെറിയ കുട്ടികളെയാണ് കെട്ടിയിട്ടുള്ളത്. ഈ കൂട്ടത്തിൽ കാണുന്ന വളർത്തുകുട്ടികൾക്ക് 15,000 രൂപ മുതൽ 18,000 രൂപ വരെയാണ് വില ചോദിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടതിനേക്കാൾ കുറച്ചുകൂടി വലിപ്പം കുറവുള്ള വളർത്തുകുട്ടികളാണ്. ചന്തയിൽ വലുപ്പത്തിനനുസരിച്ചിട്ടും ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടും വിലയിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഇതിന്റെ തൊട്ട് മുൻപത്തെ ലൈനിൽ ഇവിടെ ഈ SR എന്ന് എഴുതിയിട്ടുള്ള ഈ കാണുന്ന ലൈനിൽ കുറച്ചുകൂടി വലുപ്പമുള്ള കുട്ടികളാണ്. ഈ കാണുന്ന കുട്ടികളൊക്കെ 18,000 രൂപ മുതൽ 25,000 രൂപ വരെയൊക്കെയാണ് ചന്തയിൽ വില ചോദിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീളോ കാൽപ്പൊക്കൊക്കെ ഉള്ള നല്ല വൃത്തിയുള്ള അടിപൊളി കുട്ടികൾ ഇന്ന് ധാരാളമായിട്ട് ചന്തയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ കൂട്ടത്തിൽ കുറച്ച് തമിഴ്നാടൻ കുട്ടികളെയാണ് കെട്ടിയിട്ടുള്ളത്. ഈ കാണുന്ന കുട്ടികളൊക്കെ ചന്തയിൽ മാക്സിമം 14 രൂപ വരേക്ക് വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ്. ബാർഗെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 10 രൂപയ്ക്ക് താഴെ അല്ലെങ്കിൽ 10 രൂപയോടെ അടുപ്പിച്ചിട്ട് കിട്ടുന്ന രീതിയിലുള്ള വളർത്തുകുട്ടികളാണ്. 13, 14 ആ റേഞ്ചൊക്കെ ചന്തയിൽ വില ചോദിക്കുന്നുണ്ട്. ചന്തയിൽ വില ചോദിക്കുന്ന റേറ്റ് കൊടുത്തിട്ട് മേടിക്കേണ്ടി വരില്ല. നമ്മുടെ നോട്ടത്തിന് എത്രയാണ് മതിപ്പ് വില വെച്ചാൽ മതിപ്പ് വിലക്ക് നമുക്ക് ബാർഗെയിൻ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഇവിടെ 2 പോത്തിൻകുട്ടികൾ ആ കൂട്ടത്തിൽ നിന്ന് അഴിച്ചിട്ട് മാറ്റി പിടിച്ചിരിക്കുകയാണ്. ആന്ധ്ര കുട്ടികളാണ്. അത്യാവശ്യം വളരും ആന്ധ്ര കുട്ടികളാണെന്നേ ഉള്ളൂ. 2 കുട്ടികളെ കൂട്ടത്തിൽ നിന്ന് അഴിച്ചു പിടിച്ചിട്ട് ഓരോരുത്തർ വരുമ്പോൾ കാണിച്ചു കൊടുത്തിട്ട് ബാർഗെയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2നും കൂടി അവർ ചോദിക്കുന്ന വില 35,000 രൂപയാണ്. പാർട്ടിക്കാർ 25 രൂപക്കാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കച്ചവടക്കാർ ഈ കാണുന്ന 2 എണ്ണത്തിനും കൂടി 35 രൂപയാണ് ചോദിച്ചിട്ടുള്ളത്. ബാർഗെയിൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കച്ചവടം കഴിഞ്ഞിട്ടില്ല. ഒരു ആവറേജ് ക്വാളിറ്റി എന്നേ പറയാൻ പറ്റുള്ളൂ, ഹൈ ക്വാളിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല. ഏകദേശം ഒരു 6-7 മാസം മാത്രം പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള 2 കുട്ടികളാണ്. 2നും കൂടി 35 രൂപയാണ് അവർ ചോദിക്കുന്ന വില. ബാർഗെയിൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് വലുപ്പമുള്ള കുട്ടികളാണ്. ഏകദേശം ഒരു 9-10 മാസത്തോളം പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുറച്ച് കുട്ടികളെയാണ് ഇവിടെ ഈ കൂട്ടത്തിൽ കെട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ലൈനിലും കുറച്ച് കുട്ടികളെ കെട്ടിയിട്ടുണ്ട്. ഈ കാണുന്ന കുട്ടികൾ നമ്മൾ നേരത്തെ കാണിച്ച കുട്ടികളൊക്കെ ഏകദേശം ഒരേ വലുപ്പത്തിനുള്ള കുട്ടികളാണ്. ഏകദേശം ചോദിക്കുന്ന വില 20,000 രൂപ മുതൽ 28,000 രൂപ വരെയൊക്കെയാണ് ഈ കൂട്ടത്തിൽ കാണുന്ന വളർത്തുകുട്ടികൾക്ക് വില ചോദിക്കുന്നത്. ചിലതൊക്കെ കുറച്ച് വലുപ്പത്തിനുണ്ട്, ചിലത് വളരെ ചെറുതുമാണ്. കൂട്ടത്തിലേക്ക് തന്നെ മിക്സഡ് ആയിട്ടാണ് കെട്ടാറുള്ളത്. ഈ കൂട്ടത്തിൽ നിന്ന് നമുക്ക് പറ്റിയതിനെ അഴിച്ചു പിടിച്ചിട്ട് നമുക്ക് ബാർഗെയിൻ ചെയ്ത് എടുക്കുക. അതാണ് ചന്തയിലെ രീതി. ഒന്നിച്ച് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തരും. അതല്ല കൂട്ടത്തിൽ നിന്ന് 1-2 വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അഴിച്ചിട്ട് പിരിച്ചു തരാൻ അവർ തയ്യാറാണ്. ഒന്നിച്ചെടുക്കുമ്പോൾ നമുക്ക് ഒരേ മേനി വിലക്ക് എടുക്കാൻ കഴിയും. സെപ്പറേറ്റ് നമ്മൾ കൂട്ടത്തിൽ നിന്നൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ഓരോന്നിനും ഓരോരോ വിലകളാണ് അവർ പറയാറുള്ളത്.
എങ്കിലും നമുക്ക് കൂട്ടത്തിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ബാർഗൈൻ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ചന്തയിൽ ചോദിക്കുന്ന വില എന്തായാലും കൊടുക്കേണ്ടി വരില്ല. അവർ ചോദിക്കുന്ന വില കേൾക്കുന്ന സമയത്ത് വില കൂടുതലാണ് ചന്തയിൽ എന്ന് വിലയിരുത്തുന്ന ഒരുപാട് പേരുണ്ട്. ഇങ്ങനെ വില കൊടുത്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഫാമുകളിൽ നിന്ന് തൂക്കിയെടുത്തൂടെ എന്നൊക്കെ ചോദിക്കുന്നവരും കമന്റ് ഇടുന്നവരൊക്കെ ഉണ്ട്. അവർക്ക് അറിയാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വ്യക്തമാക്കിയിട്ട് പറയുന്നത്. അവർ ചോദിക്കുന്ന വില കൊടുക്കേണ്ടി വരില്ല. നമ്മുടെ നോട്ടത്തിന് മതിപ്പോലെ എത്ര തോന്നിക്കുന്നു വെച്ചാൽ മതിപ്പോലേക്ക് നമുക്ക് ബാർഗൈൻ ചെയ്തെടുക്കുക എന്ന് നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് അതുകൊണ്ടാണ്. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് വലിയ പോത്തുകളെയാണ് കിട്ടിയിട്ടുള്ളത്. മീറ്റ് പർപ്പസിന് പോകുന്ന വലിയ പോത്തുകളാണ്. ഏകദേശം 70 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള വലിയ പോത്തുകളെയാണ് നമ്മൾ നേരത്തെ കൂട്ടത്തിൽ കണ്ടത്. ഇവിടെ ഈ ഭാഗത്ത് ഫുള്ള് എരുമകളെയാണ് കിട്ടിയിട്ടുള്ളത്. മീറ്റ് പർപ്പസിന് പോകുന്ന എരുമകളാണ്. കറവ പറ്റിയതും ചെന പിടിക്കാത്തതൊക്കെ ആയിട്ട് ഫാമുകളിൽ നിന്നൊക്കെ ഒഴിവാക്കി വരുന്ന രീതിയിലുള്ള എരുമകളാണ്. വളർത്താനൊന്നും ഇതേപോലെയുള്ള എരുമകളൊന്നും ആരും കൊണ്ടുപോകാറില്ല. എല്ലാം മീറ്റ് പർപ്പസിൽ തന്നെയാണ് എരുമകളെ കൂടുതലായിട്ടും ഇവിടെ കൊണ്ടുപോകാറുള്ളത്. അല്ലെങ്കിൽ ആ പരുവത്തിലുള്ള മീറ്റ് പർപ്പസിന് പോകുന്ന രീതിയിലുള്ള എരുമകൾ മാത്രമാണ് കൂടുതലായിട്ട് ചന്തയിൽ വരാറുള്ളൂ. അപൂർവം ചില ആഴ്ചകളിലാണ് വളർത്താൻ പറ്റിയ ക്വാളിറ്റി ഉള്ളതും ചെന ഉള്ളതും അല്ലെങ്കിൽ ചെന പിടിക്കാരായിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള എരുമകൾ ചില ആഴ്ചകളിൽ വരാറില്ല എന്ന് പറയുന്നില്ല. ഈ ആഴ്ചയിൽ കൂടുതലും ഇറച്ചി പർപ്പസിന് പോകുന്ന അല്ലെങ്കിൽ മീറ്റ് ആവശ്യത്തിന് പോകുന്ന എരുമകൾ മാത്രമാണ് എത്തിയിട്ടുള്ളത്. എരുമകളൊക്കെ ഏകദേശം 38,000 രൂപ മുതൽ 70,000 രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള വലിയ എരുമകൾ ഇന്ന് ചന്തയിൽ എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് പോത്തിൻകുട്ടികളാണ് കെട്ടിയിട്ടുള്ളത്. ഏകദേശം ഒരു 8 മാസത്തോളം പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള പോത്തിൻകുട്ടികളാണ്. ഏകദേശം ഒരു 130 കിലോ മുതൽ 180 കിലോ വരെയൊക്കെ ലൈവ് വെയിറ്റ് തോന്നിക്കുന്ന രീതിയിലുള്ള പോത്തിൻകുട്ടികളാണ് ഈ കൂട്ടത്തിൽ കാണുന്നത്. ഈ കൂട്ടത്തിൽ കാണുന്ന പോത്തിൻകുട്ടികൾക്ക് 20,000 രൂപ മുതൽ 28,000 രൂപ വരെയൊക്കെ ചന്തയിൽ വില ചോദിക്കുന്നുണ്ട്. ഈ കൂട്ടത്തിൽ മുറ ബ്രീഡ് പെട്ടതുണ്ടാവും, മുറ ക്രോസ് ബ്രീഡ് പെട്ടുള്ളത് ഉണ്ടാവും, ആന്ധ്ര ബ്രീഡ് ഉണ്ടാവും, ജാഫറാബാദി ക്രോസ് ഉണ്ടാവും, നീലിരവി ക്രോസ് ഉണ്ടാവും. അങ്ങനെ പല ബ്രീഡ് പെട്ടുള്ള കുട്ടികളും മിക്സ്ഡ് ആയിട്ട് ഉണ്ടാവും. കാണാൻ വൃത്തിയുള്ളതും വൃത്തിയില്ലാത്തതും ഒക്കെ മിക്സറായിട്ടാണ് ഇങ്ങനെ കെട്ടാറുള്ളത്. ഒന്നിച്ച് കച്ചവടം ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്നിച്ചിട്ട് ആളുകൾ മേടിച്ചിട്ട് കൊണ്ടുപോകുമ്പോൾ എല്ലാം കൂടി കച്ചവടം നടക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ മിക്സറായിട്ട് കെട്ടാറുള്ളത്. ഇതിനെപ്പറ്റി അറിയുന്ന ആളുകൾ അല്ലെങ്കിൽ നോക്കിയെടുക്കാൻ കഴിയുന്നവർ ഈ കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് ഒന്നിച്ചിട്ട് ബാർഗൈൻ ചെയ്തിട്ട് കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് ഓരോന്നിനും അഴിച്ചു പിടിച്ചിട്ട് നോക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നമുക്ക് ആദായകരമായിട്ട് എടുക്കാൻ സാധിക്കും. മുറ ബ്രീഡ് പെട്ടതോ അല്ലെങ്കിൽ മുറ ക്രോസ് ബ്രീഡ് പെട്ടതൊക്കെ നല്ല രീതിയിൽ വളർച്ച കാണിക്കുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആന്ധ്ര കുട്ടികളെക്കാളും തമിഴ്നാടൻ കുട്ടികളെക്കാളും ഒക്കെ വളർച്ച കൂടുതൽ കാണിക്കുന്നത് മുറ ബ്രീഡ് പെട്ടിട്ടുള്ള പോത്തിൻകുട്ടികൾ തന്നെയാണ്. അതിൽ തർക്കമൊന്നുമില്ല. എങ്കിലും ഫാമുകളിൽ പോയിട്ട് നമ്മൾ തൂക്കിയെടുക്കുന്നതിനേക്കാൾ ആദായകരമായിട്ട് നമുക്ക് ചന്തയിൽ നിന്ന് ബാർഗൈൻ ചെയ്തിട്ട് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദായകരമായിട്ട് മേടിക്കാൻ കഴിയും. നമ്മൾ സെലക്ട് ചെയ്തിട്ട് എടുക്കണം, അതാണ് ഒരു ടാസ്ക്, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ ഈ കൂട്ടത്തിൽ കാണുന്ന പോത്തിൻകുട്ടികൾക്ക് അവർ ചോദിക്കുന്ന വില ഏകദേശം 17,000 രൂപ മുതൽ 24,000 രൂപ വരെയാണ് ഇവിടെ ഈ കാണുന്ന പോത്തിൻകുട്ടികൾക്ക് വില ചോദിക്കുന്നത്. ചന്തയിൽ ഇതുവരെ ഈ ആഴ്ച എത്തിയിട്ടുള്ള പോത്തിൻകുട്ടികളെയൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. കുറച്ച് എരുമകളെയും കാണിച്ചിട്ടുണ്ട്. മറ്റ് കന്നുകാലികളെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോയോടെ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. ഈ ആഴ്ചത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മടിക്കണ്ട. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.